ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ സ്നാക്കിനൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. സ്റ്റീമിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇതിലോട്ട് 1/4 കപ്പ് അരിപ്പൊടി, നമ്മുടെ ഇടിയപ്പം അപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ല അത്. ഇനി ഇതിൻ്റെ ഇതിലോട്ട് 1/4 കപ്പ് ശർക്കര ചീകി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങ തിരുമ്മി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഏലക്കയും ജീരകവും പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് എടുത്തേക്കുന്നത്. സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഇതിൽ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ ഞാൻ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റീം ചെയ്യാൻ വേണ്ടി ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി സ്മോൾ ബോളാക്കിയിട്ട് ഉരുട്ടി എടുക്കാം. ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ബോളാക്കി എടുക്കാം. നിങ്ങൾക്കിത് നട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. കാഷ്നട്ടിൻ്റെ പൗഡർ ആക്കിയിട്ട് അല്ലെങ്കിൽ ബദാമിൻ്റെ ക്രഷ് ചെയ്തിട്ട് ഇടാവുന്നതാണ്. ഞാൻ ഇവിടെ എല്ലാം ബോളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് ഓരോന്നായിട്ട് സ്റ്റീമറിൽ എടുത്ത് വെക്കാം. ഇപ്പോൾ എല്ലാം സ്റ്റീമറിലാക്കിയിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ട് ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാവുന്നൊരു ഡിഷാണിത്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.